ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പ്രസംഗം ഈ രാജ്യത്തെ പരിസ്ഥിതികളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടാണെങ്കിൽ ഈ രാജ്യം നേരിടുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ, ഞാൻ ഇന്നലെ നമ്മുടെ പാലോടിനടുത്തുള്ള നന്ദിയോട് മാവോവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിഷ്ണുവിൻ്റെ വീട് സന്ദർശിച്ചിരുന്നു. ഒരാഴ്ച മുമ്പാണ് ആ ജവാൻ മാവോവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഏകോപിപ്പിക്കുന്നതിൽ സഹായകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ ഞാനും കൂടി പങ്കാളിയായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ച് ഓർമ്മിക്കാൻ കാരണം. മാവോവാദികൾ നടത്തുന്ന ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ വിധ്വംസക പ്രവർത്തനങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധി പരാമർശിച്ചില്ല. രാഹുൽ ഗാന്ധി ചൈനയെക്കുറിച്ച് പറയുമ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ചൈന കൈയടക്കി വെച്ച 10,000-കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഭൂമിയെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് മിണ്ടാട്ടമില്ല. പകരം രാഹുൽ ഗാന്ധിക്ക് പറയാൻ താൽപ്പര്യം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് ചൈന ഇന്ത്യയിലേക്ക് കടന്നു കയറി എന്നുള്ള അസത്യ പ്രസ്താവനയാണ്. പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് ഒരക്ഷരം പറയാനില്ല. ഇതുപോലെയുള്ള നിരവധി വസ്തുതകൾ മാത്രമല്ല, ഇന്ത്യൻ പാർലമെൻറ്റ് അംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരാൾ പാലസ്തീന് ജയ് വിളിച്ച ഒരു സാഹചര്യമുണ്ടായപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അക്കാര്യത്തെക്കുറിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കേണ്ടി വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നാവിറങ്ങിപ്പോകുന്നു. കോൺഗ്രസ്സുകാർക്ക് അക്കാര്യത്തിൽ ഒരക്ഷരം പറയാനില്ല. ഈ രാജ്യത്തെ 100 കോടി വരുന്ന 85% വരുന്ന ജനസമൂഹത്തെ ആക്ഷേപിക്കാൻ 100 നാവാണ് ഇവർക്കെല്ലാവർക്കും. ഈ സാഹചര്യം രാജ്യത്തെ ആർക്കും ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. ഏതെങ്കിലും ഒരു മതത്തെ അടച്ചാക്ഷേപിക്കുന്ന ആ സമീപനം ഒരു പാർട്ടിയുടെ നേതാവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകരുത്. മാത്രമല്ല, ഇന്നലെ മന്ത്രിമാർ തന്നെ വിശദീകരിച്ച കാര്യങ്ങൾ, രക്തസാക്ഷിത്വം വഹിക്കുന്ന അഗ്നിവീറുകൾക്ക് ഒരു നഷ്ടപരിഹാരവും കിട്ടില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇന്നലെ വളരെ വ്യക്തമായിട്ട് പ്രതിരോധ മന്ത്രി സൂചിപ്പിച്ചു, അഗ്നിവീറുകളായിട്ടുള്ള ആളുകൾ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ 1 കോടി രൂപയാണ് അവർക്ക് ഇന്ത്യൻ സേനയിൽ നിന്ന് നഷ്ടപരിഹാരമായിട്ട് നൽകുന്നത്. അയോധ്യയിൽ ജനങ്ങളുടെ ഭൂമി നഷ്ടപരിഹാരം നൽകാതെ തട്ടിയെടുത്തു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. 1253 കോടി രൂപ ഉത്തർപ്രദേശ് സർക്കാർ അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുത്തതിൻ്റെ പേരിൽ ആ പ്രദേശത്തുള്ള കച്ചവടക്കാർക്ക്, ഷോപ്പ് ഉടമകൾക്ക് നൽകിയെന്ന് ഉത്തർപ്രദേശ് സർക്കാർ ഇന്നലെ വിശദീകരിച്ചു. മിനിമം താങ്ങുവില സർക്കാർ നൽകുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. മിനിമം താങ്ങുവില നൽകിക്കൊണ്ട് സർക്കാർ വാങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ആ കണക്കെടുത്ത് പരിശോധിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഭരിച്ചിരുന്ന ആ കാലത്ത് വാങ്ങിയതിനേക്കാൾ എത്രയോ മടങ്ങാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് കൃഷിമന്ത്രി ഇന്നലെ വിശദീകരിച്ചു. മാത്രമല്ല, പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ തൻ്റെ മൈക്ക് ഓഫ് ചെയ്യുന്നു എന്നൊക്കെയുള്ള പരാമർശങ്ങൾ, ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പദവിക്ക് നിരക്കാത്ത പരാമർശങ്ങൾ രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ, ഒരുപക്ഷെ അദ്ദേഹം ഇത്രയും കാലം ഒരു പദവിയും വഹിക്കാതെ ഇരുന്ന് ആദ്യമായിട്ട് ഈ പദവി കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയില്ലാത്തതുകൊണ്ടായിരിക്കണം. അദ്ദേഹത്തിൻ്റെ ഉപദേശകരായിട്ട് കൂടെയുള്ള ആളുകൾ ഈ കാര്യം അദ്ദേഹത്തെ ഉപദേശിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മാത്രമല്ല, പാർലമെൻറ്റിൽ സ്പീക്കർക്ക് പുറംതിരിഞ്ഞ് നിൽക്കരുത് എന്നുള്ളത് പാർലമെൻ്ററി മര്യാദയുടെ ഭാഗമാണ്. രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി പകുതി സമയം സ്പീക്കർക്ക് പുറംതിരിഞ്ഞ് നിൽക്കുകയായിരുന്നു പ്രസംഗം. അപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഇന്ത്യൻ പാർലമെൻറ്റിലെ അംഗമായിട്ട്
ഉള്ള ഒരു സാധാരണ അംഗത്തിൻ്റെ കാര്യം പോട്ടെ, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത പരാമർശങ്ങൾ, ന്യായീകരിക്കാൻ കഴിയാത്ത പെരുമാറ്റം, ആ പെരുമാറ്റമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതുകൊണ്ട് ഈ പ്രസ്താവന പിൻവലിച്ചുകൊണ്ട്, അസത്യപ്രചരണങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളോട് രാഹുൽ ഗാന്ധി മാപ്പ് പറയണം. ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച കേരളത്തിലെ 19 എംപിമാർ കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ അവഹേളിക്കുന്ന ഈ സമീപനം, ആ സമീപനം അവസാനിപ്പിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടുന്നത്.